أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله. ബഹുമാന്യരായ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കിതാബും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും, രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിക്കുവാനും പാലിക്കുവാനും പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് അവന്റെ അളവറ്റ കാരുണ്യം, ഖൈറ്, ബർക്കത്ത് വർഷിച്ച് പെരുമാറാവട്ടെ. നമ്മുടെ നന്മകൾ സ്വീകരിക്കുകയും നമ്മുടെ വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാവട്ടെ. ഒരിക്കൽ പ്രമുഖനായ സ്വഹാബി വര്യൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കാൻ നിന്നു. നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോയി. അദ്ദേഹം പിന്നീട് ഇശാ നമസ്കാരത്തിന് ആളുകൾക്ക് ഇമാമായിരുന്നു. അങ്ങനെ ഇമാമായി നിന്ന് നമസ്കരിക്കുമ്പോൾ അദ്ദേഹം സൂറത്തുൽ ബഖറ ദീർഘമായി പാരായണം ചെയ്തു തുടങ്ങി. ആ ദീർഘിച്ച നമസ്കാരത്തിൽ നിൽക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരാൾ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു. അയാൾക്ക് തുടരാൻ കഴിഞ്ഞില്ല. അയാൾ പിരിഞ്ഞുപോയി. എന്നിട്ട് അയാൾ അപ്പുറത്ത് നിന്ന് വേറെ ചെറുതായിട്ട് സൂറത്തുകൾ ഓതി നമസ്കരിച്ചു. അപ്പൊ ആളുകൾ ഇത് കണ്ടു. ഇയാളിങ്ങനെ ജമാഅത്ത് നടത്തുമ്പോൾ ആ ജമാഅത്തിൽ ചേരാതെ അപ്പുറത്ത് പോയിട്ട് നമസ്കരിക്കുന്നതുണ്ട്. അപ്പൊ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അനാഫക്കയാപ്പിലാണ്, എടോ നീ മുനാഫിക്കാണോ? കാരണം ഇവിടെ ജമാഅത്ത് നടത്തുന്നു, അയാൾ അപ്പുറത്തുനിന്ന് നമസ്കരിക്കും. ആളുകളുടെ ചോദ്യം എന്താണ്? നീ മുനാഫിക്കാണോ? അനാഫക്കയാപ്പിലാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഇതുപോലെ ഒരു കാര്യം നമ്മൾ ഉദ്ധരിച്ചിരുന്നു. വളരെ മൂർച്ചയുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, ഖാല ലാ വല്ലാഹി, അല്ലാഹുവാണ്, ഞാൻ മുനാഫിക്കല്ല. വല ഉബയ്യിനന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല ഉഖ്ബിറന്നഹു, ഇക്കാര്യം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശദീകരിക്കാം, ഞാൻ റസൂലിനെ ഇത് അറിയിച്ചു കൊടുക്കാം. എന്ന് അദ്ദേഹം പറയുകയും ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. ഫഖാല യാ റസൂലല്ലാഹ്, എന്നിട്ട് അദ്ദേഹം റസൂലിനെ വിളിച്ച് സഹാബികൾ പെരുമാറിയതും ഈ സംഭവിച്ചതുമൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, നാമൽ ബിൻ നഹാർ, ഞങ്ങള് പകല് വല്ലാതെ ജോലിയെടുത്തിട്ട് ക്ഷീണിക്കുന്ന ആളുകളാണ്. രാത്രി അത്ര കൂടുതൽ നിന്ന് നമസ്കരിക്കൽ പ്രയാസമാണ്. ഇത് വിശദീകരിച്ചു. അപ്പോ മുആദിന്റെ കൂടെ നമസ്കരിച്ചപ്പോഴുണ്ടായ സംഭവങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. സമൂഹം അദ്ദേഹത്തിന്റെ ഈമാനിനെ അളന്നു. അയാൾ നിഫാഖുണ്ടോ എന്ന് ചോദിച്ചു. അയാളെ മുഖത്ത് നിന്ന് ചോദിച്ചു. പക്ഷേ റസൂലുള്ളാഹി അദ്ദേഹത്തെ അല്ല അളന്നത്, റസൂലുള്ളാഹി ഇമാമായി നിന്ന മുആദിനെ അളന്നു. എന്നിട്ട് റസൂൽ മുആദിനോടൊരു ചോദ്യം ചോദിച്ചു, യാ മുആദ് അഫത്താനൻ അൻത, മുആദ് നീ ഫിത്ന ഉണ്ടാക്കണം, നീ പ്രയാസപ്പെടുത്തുകയാണോ? അതാണ് ശ്രദ്ധിച്ചില്ല. നീ ആളുകളെ പ്രയാസപ്പെടുത്തുകയാണോ? ഇത്ര കഥാവക്കഥ ഇത്രയൊക്കെ ഓതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി അത് പഠിപ്പിച്ചു കൊടുത്തു. ആ ചോദ്യം എന്താണ്? ആ ഫത്താനൻ അൻത, നീ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുകയാണോ, ബുദ്ധിമുട്ടുണ്ടാക്കുകയാണോ? ആരായിരുന്നു നബി? എങ്ങനെയാണ് നബി സമൂഹത്തോട് ഇടപെട്ടത്, വ്യക്തികളോട് ഇടപെട്ടത് എന്ന് നമ്മൾ പഠിക്കണം. ആ പഠിക്കേണ്ടതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ പകർത്തേണ്ടുന്ന ഒരു ഗുണമാണ്
മനുഷ്യരെ അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കി പെരുമാറുക. മനുഷ്യരെ അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി പെരുമാറുക. നമ്മൾ എന്താണോ അതനുസരിച്ച് പെരുമാറുകയല്ല, അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവരോട് പെരുമാറുക. അത് അങ്ങനെ തന്നെ ഹദീസുകളിൽ കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഊറൻ നാസി ബിസ്സലാത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ അവസ്ഥകൾ, ശുഊർ എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥകൾ, അവരുടെ അനുഭവ തലങ്ങൾ, ഇതിനെ നമസ്കാരത്തിൽ റസൂലുള്ള പരിഗണിച്ചിരുന്നു. റാഅ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഭരണം നടത്തുക എന്നാണ്, പരിപാലിക്കുക. റാഅ റസൂൽ അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമസ്കാരത്തിൽ ചെയ്തത്. അപ്പൊ നമസ്കാരത്തിൽ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ മറ്റു കാര്യങ്ങളിലോ നമസ്കാരത്തിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ മറ്റു കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും? നമ്മൾ സാധാരണ എന്താ പറയുക, നമസ്കാരമാണ്, അത് കുറക്കേണ്ടതില്ല. ഇത് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഒരു 10-20 വയസ്സ് പ്രായത്തിൽ ഞാൻ നമ്മുടെ പള്ളിയിൽ തറാവീഹ് നമസ്കാരത്തിൽ പ്രശ്നമുണ്ടായി. തറാവീഹ് അന്ന് ആ കാലത്ത് ഉറുദുക്കാരായ ഇമാമുമാര് വന്ന് തുടങ്ങുന്ന സമയം. അപ്പൊ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും കൂടിയാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹത്തോട് ഇത്ര സമയം ദീർഘിച്ചോടണമെന്ന് പറഞ്ഞു. 2 റക്അത്ത് കഴിഞ്ഞ് 4ാമത്തെ റക്അത്തിലോ മറ്റോ പുറകിൽ നിന്ന് പ്രായമുള്ളവരാണ്. ആ ആളുടെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുറച്ചൊന്ന് കുറക്കണം. അതിന് മറുപടി പറഞ്ഞ ആളുടെ മുഖവും ഇട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് ദീർഘിച്ച് ഓതിയിട്ട് നമസ്കരിക്കുന്നതാണ്, പറ്റാത്തവര് ഇവിടെ നിൽക്കേണ്ടതില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ കാര്യത്തിൽ എടുത്ത നിലപാടിലാണ് നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ എടുക്കുന്ന നിലപാടിന്റെ ഒരു ഉദാഹരണമാണ്. എല്ലാവരുമല്ല, പക്ഷെ അങ്ങനെയാണ്. എന്നിട്ട് റസൂൽ എന്ന് പറയാം, വമൻ അമ്മ ഖൗമൻ, ആരെങ്കിലും ഇമാമായി നിന്ന് നമസ്കരിച്ചാൽ ഫൽയുഖഫിഫ്, അവൻ ലഘുവാക്കട്ടെ. ഫൽയുഖഫിഫ്, ലഘുവാക്കട്ടെ. ഫഇന്ന ഫീഹിമുൽ കബീർ, അവരിൽ പ്രായമുള്ള ആളുകളുണ്ടാകും. വഇന്ന ഫീഹിമുൽ മരീദ്, അവരിൽ രോഗികളുണ്ടാകും. വഇന്ന ഫീഹിമുൽ ളഈബ്, അവരിൽ ദുർബലരുണ്ടാകും. വഇന്ന ഫീഹിം ദൽ ഹാജ്ജ, അത്യാവശ്യ കാര്യങ്ങൾക്ക് വന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു പോകാൻ നിൽക്കുന്ന ആളുകളുണ്ടാകും. അതെല്ലാവരെയും പരിഗണിക്കണം. എത്ര പേർ റസൂൽ എടുത്തു പറഞ്ഞു? രോഗി, ആവശ്യക്കാരൻ, ദുർബലൻ, വൃദ്ധൻ, എടുത്തു പറയണം റസൂൽ. ഇതാണ് നേരത്തെ പറഞ്ഞ ഹദീസിൽ നേരത്തെ പറഞ്ഞത് എന്താണ്? ശുഊറെന്ന ജനങ്ങളുടെ ബോധത്തെ, ജനങ്ങളുടെ അനുഭവ തലങ്ങളെ, അവസ്ഥകളെ ഒക്കെ മനസ്സിലാക്കുമായിരുന്നു. ഇങ്ങനെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. എന്നിട്ട് റസൂൽ ഇത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഫഇദാ സ്വല്ലാ അഹദുക്കും വഹ്ദഹു, ഇനി നിങ്ങളിൽ ഒരാൾ ഒറ്റയ്ക്ക് നമസ്കരിച്ചാൽ ഫൽയുസല്ലി കൈഫ ശാഅ, അപ്പൊ അവരവന്റെ ഇഷ്ടം പോലെ വീട്ടിൽ നമസ്കരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ഒറ്റയ്ക്കാവുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. ഇമാമ് നിൽക്കുമ്പോൾ സമൂഹത്തിലെല്ലാവരെയും പരിഗണിക്കണം. അപ്പൊ ഇത് നമസ്കാരത്തിന്റെ കാര്യത്തിലുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഇതങ്ങനെയായിരിക്കും. ഒരാൾ ഉറങ്ങിപ്പോയി, വഴിയിൽ കുത്തുമ നടക്കുന്നു, ഒരാൾ ഇരുന്ന് ഉറങ്ങുന്നു, എന്തായിരിക്കും? ഇപ്പൊ സാധാരണ നമ്മൾ ഈ ആശുപത്രികളുടെ മുമ്പിലൂടെയൊക്കെ വാഹനം ഓടിക്കുമ്പോൾ സാധാരണ ബോർഡുകൾ ഉണ്ടാകാം. ഇല്ലെങ്കിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. കാരണം എന്താ? ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റും. മുമ്പ് ഐസിയുവിൽ കിടക്കുന്നവൻ ഇപ്പുറത്ത് മരുന്ന് വാങ്ങാൻ പോവാണ്, അവൻ അപ്പുറത്തുനിന്നുള്ള വണ്ടി വേണ്ടത്ര അവന്റെ മനസ്സിലേക്ക് കയറിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ പല അവസ്ഥകളിലൂടെയാണ് മനുഷ്യൻ വരുന്നുണ്ടാകുക. ഈ അവസ്ഥകളെയൊക്കെ പരിഗണിക്കാൻ കഴിയണം എന്നതാണ്. അപ്പൊ റസൂലുള്ള ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് പരിഗണിക്കുക. അതിന്റെ കാരണം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശാല മനസ്കതയുണ്ടായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവനെ പോലും പരിഗണിക്കുന്ന രീതിയിലുള്ള എളിമയുണ്ടായിരുന്നു. റസൂൽ അത്രയും ഡൗട്ട് വരുന്നത് താഴോട്ട് ഇറങ്ങി ചെല്ലും. അതുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് കുട്ടികളെ കളിപ്പിക്കാൻ പറ്റുന്നത്. ഒരു സാധാരണ സ്ത്രീ, ഒരു വൃദ്ധ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പരാതി പറയുമ്പോൾ അത് കേൾക്കാൻ റസൂലുള്ള എഴുന്നേറ്റ് ചെല്ലുന്നത്. ഇതിനെയാണ് നാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിക്കുന്നത്. വെറുതെ നബി നമ്മളെ വിളിക്കല്ല, വഹി കിട്ടി ഖുർആൻ പഠിപ്പിച്ചു, അതുകൊണ്ട് നബി നമ്മളെ വിളിക്കല്ല. മറിച്ച് ഓരോ മനുഷ്യനെയും റസൂൽ കൊട്ടിയിരുന്നു മനസ്സിൽ. ഒരു അധ്യാപകൻ ചോദിക്കാണ് കുട്ടികളോട്, ഈ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി ആരാണെന്നറിയാം. അപ്പൊ കുട്ടികളുടെ മറുപടി ഞാനാണ്. 30 കുട്ടികൾ പറയുന്നു ഞാനാണ്. അപ്പൊ അധ്യാപകൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ പോയി നോക്കുന്നു പറയും. കുട്ടികളെല്ലാവരും അവിടെ പോയി നോക്കി തിരിച്ചു വരും, ചിരിച്ചുകൊണ്ട്. അപ്പൊ അവിടെയുള്ളത് എന്താണ്? ഒരു കണ്ണാടിയാണ്. ഏത് കുട്ടി പോയാലും ആ കുട്ടിയുടെ ഫോട്ടോ ആണ് കാണുന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 30 കുട്ടികളെയും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ സമ്പന്നൻ അല്ലെ. ബിലാൽ റളിയല്ലാഹു അൻഹു അടിമയായി ജീവിച്ചവരാണ്. ഇത് രണ്ടും ഒരാളുടെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. ഏറ്റവും പ്രയാസമുള്ള ഹിജ്റയുടെ യാത്രയിൽ റസൂലുള്ളാഹിന്റെ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. റസൂല് മരിച്ച് വർഷങ്ങൾക്ക് ശേഷം ബാങ്ക് കൊടുക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയാൻ കഴിയാതെ ബിലാൽ കരഞ്ഞു പോകുന്നു. അപ്പൊ രണ്ട് അറ്റത്തുള്ളവരെ ഒരേപോലെ ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിത്വം. ഇതുകൊണ്ടാണ് നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. ഇങ്ങനെയാണോ നമ്മൾ എന്നാണ് റസൂലിന്റെ സുന്നത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ അങ്ങനെയാണോ? മുഴുവനായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അങ്ങനെയാകാൻ നോക്കുന്നുണ്ടോ, ശ്രമിക്കുന്നുണ്ടോ, അത് പകർത്താൻ നോക്കുന്നുണ്ടോ? അങ്ങനെ പൂർണ്ണത നമുക്ക് കിട്ടില്ല. എന്നാലും നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മറികടന്ന് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? മനുഷ്യനെ മനസ്സിലാക്കുക എന്നതായിരുന്നു റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ പകർത്തേണ്ട സുന്നത്തും അത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനം നമ്മളൊക്കെ നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അവരോട് പറയുക, അല്ലെ? നമ്മൾ ആളുകളെ ഉപദേശിക്കുക, നമ്മൾ ആളുകളെ നോക്കിക്കാണുക, നമ്മൾ ആളുകൾക്ക് മാർക്കിടാൻ നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ നമ്മൾ അവരുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആലോചിച്ച് നോക്കൂ. നമ്മൾ അവരുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആലോചിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇപ്പൊ ഈ രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള കുറേ പ്രശ്നമുണ്ട്. രക്ഷിതാവ് എപ്പോഴും ആലോചിക്കുന്നത് രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. പ്രത്യേകിച്ചും അയാൾക്കാരുടെ ഭൂതകാല ഓർമ്മയുണ്ടാവും. 60കളിൽ അങ്ങനെയാണ്, 90കളിൽ ഇങ്ങനെയാണ്, ഞാൻ പാലൂരിൽ നിന്ന് തലശ്ശേരി മാഹിപ്പാലം വരെ നടന്നു പോയിട്ടാണ് അത് കൊണ്ടുവന്നത് എന്ന് 85 അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെ ആക്കാൻ ശ്രമിക്കുന്നത് 85 ജീവിക്കാനാണോ? അല്ല. അപ്പൊ രക്ഷിതാവ് ചിന്തിക്കുക രക്ഷിതാവിന്റെ കാലം, കുട്ടികൾ ചിന്തിക്കലോ. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് നമ്മുടെ വയനാട്ടിലെ പീസ് വില്ലേജിൽ കുറച്ച് കുട്ടികൾ വന്നു. ഞാൻ കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, സർ, ഞാൻ പറയണമെന്ന് എന്റെ ഉമ്മക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യം പറയുന്നു, ഉമ്മ വേറെന്തോ ആലോചിച്ച് വേറെന്തോ മറുപടി പറയുന്നു. അപ്പൊ 2 പേർ 2 ലോകത്തും 2 കാലത്തും നിൽക്കുന്നു. ഈ 2 ലോകത്തെ 2 കാലത്തെ ചേർത്ത് വെക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചത്. അതുകൊണ്ടാണ് ധീരശൂരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ കൂടെ നിന്നത്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളായ ഹസനും ഹുസൈനും കുത്തുബ പറയുമ്പോൾ നമസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ചുമലിൽ കയറിയത്. ഇതിനെയാണ് നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നിൽക്കേണ്ടപ്പോ അങ്ങനെ നിൽക്കുന്നുണ്ട്. പേർഷ്യൻ
പേർഷ്യയുടെ രാജാവിന്റെ പ്രതിനിധി വരുമ്പോൾ പ്രത്യേക സ്ഥാനവസ്ത്രങ്ങളാണിന്ന് റസൂലുള്ള അവരെ സ്വീകരിക്കുന്നുണ്ട്. അതേ റസൂലുള്ള മിഹ്റാബിൽ ഹസനെ എടുത്തിട്ട് നമസ്കരിക്കുന്നുണ്ട്. ഇതാണ് ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇതാണ് റസൂലുള്ള സാധിച്ചത്. റസൂലുള്ളയിൽ നിന്ന് നമ്മൾ പഠിച്ചു പകർത്തേണ്ട കാര്യങ്ങളിൽ ഒന്നിതാണ്. ഇനി അങ്ങനെയല്ലെങ്കിലോ ആളുകൾ അകന്നു പോകും നമ്മളിൽ. അവരെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകും. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. ഇതേ ഹദീസ്, അതായത് നമസ്കാരത്തെ കുറിക്കുന്ന അതേ ഹദീസിന്റെ ഒരു ഭാഗം, അയ്യുഹന്നാസ് ഇന്ന മിൻകും മുനഫ്ഫിരീന, നിങ്ങളിൽ ചിലർ ആളുകളെ അകറ്റുന്നവരാണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് ആളുകൾ ഓടിപ്പോകും, അകന്നു പോകും. അയ്യുക്കും അമ്മന്ന അതേ ഹദീസിന്റെ ഒരു ഭാഗം. ആരെങ്കിലും ഇമാമത്ത് നിന്നാൽ അത് ലഘുവാക്കണം. കാരണം വൃദ്ധരുണ്ട്, പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, ഇങ്ങനെ ആവശ്യക്കാരുണ്ട് എന്ന് റസൂലുള്ള അവിടെ പഠിപ്പിക്കണം. അപ്പൊ ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകരുത്, ആളുകളെ അടുത്ത് നിർത്തണം. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തനാവുകയാണ്. നല്ല ചൂടുള്ള സമയത്ത് അടിച്ചു വീശുന്ന തണുത്ത കാറ്റുപോലെയായിരുന്നു റസൂലുള്ള. ചൂടുള്ള സമയത്തെ തണുത്ത കാറ്റുപോലെ വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് വെള്ളം ഇങ്ങനെ വീഴപ്പെട്ടാവുന്ന ഒരു കുളിർമയുണ്ട്. അന്തരീക്ഷം തണുത്തു വരുന്നത് ആ മഴ പോലെയാണ്. ചില ആളുകൾ നമ്മളടുത്ത് വരും, അവരുടെ മനസ്സിൽ ഭയങ്കര പ്രളയമായിട്ടാണ് അവർ വരിക. മനസ്സിൽ ഭയങ്കര പ്രളയം കാണും. റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തുമ്പോൾ ആ പ്രളയത്തിന്റെ വെള്ളമൊക്കെ വറ്റിപ്പോകും. അയാൾ ശാന്തനാണ്. മാനസിക സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെയായിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്ന ആളുകൾ സമാധാന ചിത്തരായിട്ട് തിരിച്ചു പോകും. അങ്ങനെയാവണം ആളുകളോടുള്ള നമ്മുടെ ഇടപഴക്കം. നമ്മളുടെ അടുത്ത് വന്ന് സംസാരിച്ചു പോയാൽ ഒരാൾ, ഞാൻ ഇന്നലെ നിങ്ങളെ കണ്ടുവന്ന ശേഷം സമാധാനത്തോടെ ഉറങ്ങി എന്ന് പറയാൻ ഒരാൾക്ക് കഴിയണം. നിങ്ങളെ കണ്ടുവന്നതോടെ ഞാൻ സമാധാനത്തോടെ ഉറങ്ങിയിരിക്കുന്നു. ഒരാളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന, അയാളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു വാക്ക്, ഒരു ഇടപെടൽ ആവരുത് നമ്മളിൽ നിന്നുണ്ടാകാൻ. അതത്ര എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. നമ്മൾ അത് തീരുമാനിച്ച് നമ്മളെ തന്നെ തിരുത്തി അതിലേക്ക് വളരുകയാണ് ചെയ്യുക. പതുക്കെ വളരുകയേ ഉള്ളൂ. പക്ഷെ അതിനുവേണ്ടിയുള്ള ശ്രമം തന്നെ നമ്മൾ നടത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അങ്ങനെയായി. നബിയുടെ സ്വഭാവമായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയും സ്വഭാവം വേറൊന്നുമല്ല. നബി എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. നമ്മൾ പല ആളുകൾക്കും സ്ഥാനപ്പേര് വെക്കും, അല്ലെ? അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത അദ്ദേഹത്തിന്റെ ഒരു പേരിന്റെ കൂടെ ഉണ്ടാകും. അല്ലെങ്കിൽ MLA ആണ്, MP ആണ്, മെമ്പറാണ്, അത് കൂടെ ഉണ്ടാകും. അധികാരം ഉണ്ടാകും, പണം ഉണ്ടാകും, പലതും ഉണ്ടാകും. റസൂലുള്ളാഹിന്റെ സ്ഥാനപ്പേര് അധികാരം, സ്ഥാനം, വിദ്യാഭ്യാസ യോഗ്യത ഒന്നുമല്ല. റസൂലുള്ളാഹിന്റെ സ്ഥാനപ്പേര് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് അൽ അമീൻ എന്ന് വിളിച്ചത്. അതൊരു ബിരുദത്തിന്റെ പേരല്ല, അതൊരു അധികാരത്തിന്റെ പേരല്ല, അതൊരു യൂണിവേഴ്സിറ്റി യോഗ്യതയുടെ പേരല്ല. പിന്നെയോ അത് സ്വഭാവ ഗുണത്തിന് ജനം കൊടുത്ത സർട്ടിഫിക്കറ്റ്. അതാണ് അൽ അമീൻ എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ വലിയ ഒരു തത്വം തന്നെയുണ്ട്. ഇന്നമിൻ ഖിയാരിക്കും അഹ്സനക്കും അഖ്ലാഖൻ, നിങ്ങളിലെ ഏറ്റവും ഉത്തമ, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്. അത് റസൂലുള്ളാഹിക്ക് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ്. എന്താണ് സിദ്ദീഖ്? സത്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം വിശ്വസിക്കുന്നത്. റസൂലുള്ളാഹിയുടെ സന്ദേശം കേട്ടു അതിനെ അംഗീകരിച്ചു, സത്യപ്പെടുത്തി. അദ്ദേഹത്തിന്റെ നിലപാടിനും സ്വഭാവത്തിനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ്, ഇതിനെ നമ്മൾ ഉമറിൽ ഫാറൂഖ് എന്ന് വിളിക്കും. ഫാറൂഖ് എന്ന് പറഞ്ഞാൽ നീതിമാൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ പ്രത്യേകത നീതി സ്ഥാപിച്ചു എന്നത്. അപ്പൊ സ്വഹാബികളിൽ ചിലർക്ക് കിട്ടിയത് അവരുടെ സ്വഭാവത്തിനുള്ള പേരാണ്. അങ്ങനെ പലരെയും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ ആർജിച്ചെടുക്കുക അത് വളരെ എളുപ്പമാണ്. ചില കാര്യത്തിൽ
ചിരി, പുഞ്ചിരിക്കുന്ന മുഖം. ചില ആളുടെ ഇപ്പൊ ഈ അടുത്ത് മരിച്ച ഒരാളുടെ എല്ലാ ഫോട്ടോയും ഞാൻ തിരഞ്ഞു നോക്കി. ചിരിക്കുന്നതല്ലാത്ത ഒരു ഫോട്ടോയും കാണാനില്ല. ചിരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചെലവുമില്ല. ചെലവില്ല എന്ന് മാത്രമല്ല, ശരിക്കും മനുഷ്യൻ ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. വളരെ എളുപ്പമുള്ളത്. ചിരി വലിയൊരു ദാനമായിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അത് നമ്മൾ പഠിക്കണം. ശരിക്കും മനഃശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഒക്കെ പഠിക്കുന്ന ആളുകൾ കൂടുതൽ പഠിക്കേണ്ട വിഷയമാണ്. ചിരി ഒരു ദാനമാണ്. അതെങ്ങനെയാണ്? തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വദഖ. തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വദഖ. നീ ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് അയാൾക്ക് കൊടുക്കുന്ന സ്വദഖയാണ്. ചിലപ്പോൾ നമ്മൾ അയാൾക്ക് 1000 രൂപ കൊടുക്കുന്നതിനേക്കാൾ പ്രധാനമായിരിക്കും അയാളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത്. 1000 രൂപയ്ക്ക് അയാൾക്ക് കുറേ സാധനം വാങ്ങിക്കൊണ്ടാൻ പറ്റിയിട്ടുണ്ടാവും, പക്ഷെ അയാൾക്ക് മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അയാളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ അയാൾ കുറേ റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും. കുറേ പ്രയാസങ്ങൾ അയാളിൽ നിന്ന് ഒഴുകിപ്പോയിട്ടുണ്ടാവും. കാരണം അയാൾക്ക് ഇവിടെ ഒരു ചിരി കിട്ടുന്നുണ്ടാവില്ല. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ കുറെ സാധനങ്ങൾ കേടുള്ളതൊക്കെ ഒഴുകിപ്പോകും. നമ്മൾ ചിരിക്കുമ്പോൾ നമുക്ക് മാനസികമായ സ്വസ്ഥതയും സമാധാനവും കൂടുതൽ കിട്ടും. അതിന്റെ കുറെ മനഃശാസ്ത്രമുണ്ട്, അത് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ ചിരിക്കുക, നന്മകൾ ചെയ്യുക. ആളുകൾക്ക് ചെറിയ ചെറിയ നന്മകൾ മതി, ഒരുപാട് നന്മയൊന്നും വേണ്ട. പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ഒരു സാധനം എടുത്ത് താഴോട്ട് വെച്ചു കൊടുക്കുക. ഒരാളുടെ വാഹനത്തിൽ റസൂലുള്ളാഹി ഒരിക്കൽ പഠിപ്പിക്കുന്നു, ഒരാളെ ഒട്ടകപ്പുറത്ത് കയറാൻ സഹായിക്കുക. തിരക്കുള്ള റോഡിൽ ചില സ്ഥലത്ത് ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഒരു പ്രായമുള്ള ആൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും. നമ്മളത് കണ്ടിട്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ടാവും. നമ്മൾ വാഹനം ഓടിച്ച് പോകണം. ഇപ്പൊ വിദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഇത് നന്നായിട്ടാണ്. എനിക്കങ്ങനെ ഒരു അനുഭവമുണ്ട്. ഞാൻ ആദ്യം ഒമാനിൽ പോയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു 4-5 മിനിറ്റ് നിന്നപ്പോ അവിടുത്തെ ഒരു സ്വദേശിയുടെ ഒരു വാഹനം അയാളാണ് നിർത്തി. എന്നിട്ട് എന്നോട് പോകാൻ പറഞ്ഞു. എനിക്കത് ആദ്യത്തെ അനുഭവമാണ്. ഇവിടെ നമ്മൾക്ക് ഒരാളെ നിൽക്കുന്നുണ്ടെന്ന് കണ്ടാല് നമ്മൾ കുറച്ച് സ്പീഡിൽ വിടും. ലിഫ്റ്റിൽ ഒരാൾ അപ്പുറത്ത് നടന്നു വരുന്നുണ്ടെന്ന് കണ്ടാൽ ചില രാജ്യക്കാര് അവിടെ ഹോൾഡ് ചെയ്ത് കൊടുത്ത് അയാൾ വരാൻ വേണ്ടി. നമ്മളാണെങ്കിൽ അയാൾ വരുന്നുണ്ട്, അതിന് മുമ്പ് ഇത് കുത്തി കൊടുക്കും താഴോട്ട് വേഗം പോകാൻ വേണ്ടി. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ ഒരു വാഹനം അവിടെ നിർത്തി കൊടുത്താൽ പുറകിലുള്ളവർക്ക് വരുന്നു. അപ്പൊ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ അത് മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ വലുതായി, വളരെ വളരെ വലുതായി. ഇങ്ങനെ ഒരുപാട് നന്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹുസ്നുൽ ഖുൽഖിനെ കുറിച്ച് ഇബ്നുൽ മുബാറക്കിന്റെ ഒരു വ്യാഖ്യാനത്തിൽ ഇങ്ങനെ കാണാം. ത്വലാഖത്തിൽ വെച്ച് മുഖപ്രസന്നത, അല്ല ചിരിക്കുന്ന മുഖം. നന്മകൾ കൊണ്ട് ചെയ്യുക. ബദലുൽ മഅറൂഫ് എത്ര ചെറുതുമാകാം അത് ചെയ്യുക. ചെറിയ ചെറിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ആളുകൾക്ക് ഉണ്ടാവുക. അതൊന്ന് നീക്കിക്കൊടുക്കുക. ഒരു ചെറിയ ഉദാഹരണം. ഒരു ഡോക്ടർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുക. ഒരു മുസ്ലിം ഡോക്ടർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുക. അപ്പോ 2 പേര് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഭാര്യ ഭർത്താവൊക്കെ വന്നു. അവര് ടോയ്ലറ്റിൽ പോയി നോക്കി. അവരവിടെ ഉപയോഗിക്കാതെ തിരിച്ചു വന്നു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എന്താ പ്രശ്നം? അത് വൃത്തിയില്ല. അപ്പൊ ഇദ്ദേഹം പിന്നെ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പോയി നോക്കൂ, നല്ല വൃത്തിയുണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹം അത് വൃത്തിയാക്കിയിട്ട് വന്നു. അപ്പൊ ഇവർക്ക് ഭയങ്കര അത്ഭുതം, നിങ്ങൾ എന്താണ് എങ്ങനെയാണ് ഒക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് എന്റെ മതം എന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ ഹദീസ് പഠിച്ചിട്ടുണ്ട്, എന്ത് അത്തഹൂറും ശത്രുൽ ഈമാൻ. പക്ഷെ ഇവിടെ അത് വൃത്തിയാക്കുക എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് കൊടുക്കലാണ് വേറെ ഒരാൾക്ക്. ഇതിനെയാണ് ഷഹാദത്തുൽ ഹഖ് എന്ന് പറയും, സത്യസാക്ഷ്യം എന്ന് പറയാം. അത് തന്നെയാണ് ദഅവത്ത് എന്ന് പറയുന്നത്. അല്ലാതെ കുറെ ഖുർആന്റെ വാല്യം കൊണ്ടായിട്ട് അയാളെ പഠിപ്പിക്കുന്നതിനല്ല ദഅവത്ത് എന്ന് പറയുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് ഒരാൾക്ക് കൊടുക്കുന്നതിനെയാണ് ദഅവത്ത് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ, റസൂലുള്ള ഒരു വൃദ്ധയുടെ വിറക് കെട്ടി ചുമന്നു കൊണ്ടുപോയിരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ചരിത്രത്തിൽ. അതിന്റെ ഉദാഹരണങ്ങളിൽ പെട്ടതാണ് നമ്മുടെ കാലത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്.
ഇങ്ങനെ നമ്മുടെ ചുറ്റും നമുക്ക് വേണ്ടി നന്മ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചുറ്റും നന്മ ചെയ്യാൻ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളെ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ചെറുതായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ ഈ അവസരങ്ങളൊക്കെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നു, ചെയ്തിരുന്നു. അതിലാണ് തബസ്സുമുക ഫീ വജ്ഹിഹി അഖീക സദഖ വഅമറുക ബിൽ മഅറൂഫി വയൻഹിയുക അനിൽ മുൻകരി സദഖ വയർഷാദുക റജുല ഫീ അർളി ളലാലി സദഖ. ഒരു വഴി അറിയാത്ത ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത് സദഖയാണ്. ചില ആളുകളോട് നമ്മൾ വഴി ചോദിച്ചാൽ വരുമെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിച്ചു തരും. അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക്. അപ്പൊ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. വഇമാത്തത്തുൽ ഹജർ വശൗഖ് വൽ അൽമ്, കല്ല്, മുള്ള്, എല്ല്, ഇതൊക്കെ വഴിയിൽ നിന്ന് എടുത്തു മാറ്റി ആ വഴി വൃത്തിയാക്കുന്നത് സദഖയാണ്. വഇബ്റാഉക മിൻ ദൽബിക ഫീ ദൽബി അഖീക ലക സദഖ, നിന്റെ ബക്കറ്റിൽ വെള്ളം കോരി മറ്റൊരാളുടെ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സദഖയാണ്. അപ്പൊ നമ്മുടെ ചുറ്റും നമ്മൾ പറയില്ലേ എല്ലായിടത്തും തിന്മ ചെയ്യാനുള്ള അവസരമാണ്. അങ്ങനെയല്ല, അത് നമ്മൾ ആ കണ്ണുകൊണ്ട് നോക്കുന്നതുകൊണ്ടാണ്. നമ്മൾ നന്മ ചെയ്യാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾ ഈ ജുമയ്ക്ക് ശേഷം ഇനി എനിക്ക് കിട്ടുന്ന ഒരു ചെറിയ അവസരം ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്ന് നിയ്യത്താക്കിയിട്ടാണ് ജീവിക്കാൻ തുടങ്ങി നോക്കി. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഇങ്ങനെ മുമ്പിൽ തുറന്നു വരും. നമ്മുടെ മൈൻഡ് ഒരു മാഗ്നറ്റ് ആണെന്ന് പറയാറുണ്ട്. നമ്മുടെ മനസ്സൊരു കാന്തം പോലെയാണ്. മനസ്സിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് വിചാരിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, അത് നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ കഴിയുന്ന വലിയ നന്മകളുടെ ഒരു ലോകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയ നന്മകൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും. അങ്ങനെയാകാൻ നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിന്തുടരുന്നവരായി മാറും. അതിന് തെളിഞ്ഞ ഹൃദയം വേണം. കാപട്യങ്ങളില്ലാതെ പെരുമാറാൻ അറിയണം. വ്യക്തികളോടുള്ള സത്യസന്ധതയുണ്ടാകണം. ഞാൻ എന്റെ മുമ്പിൽ വരുന്ന ആളോട് ഒരു കോലത്തിൽ പെരുമാറും, ഉള്ളിലൂടെ വേറൊരു രൂപത്തിൽ പെരുമാറും, അല്ലെ? അങ്ങനെയുള്ള കാപട്യങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പറയുന്നത് ഒന്നായിരിക്കും, പക്ഷെ എന്റെ ഉള്ളിൽ വേറൊന്നായിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ പഠിച്ചു നോക്കി. ഈ പറയുന്നതായിരിക്കില്ല അവർക്ക് ജീവിതത്തിൽ തിരിച്ചു കിട്ടുക. ജീവിതത്തിൽ കിട്ടിയ എപ്പോഴും അവർ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ച് വെച്ചിരുന്നത് അതാണ് ജീവിതത്തിൽ ഇങ്ങനെ കിട്ടുക. അത് ചിലപ്പോൾ അവർക്ക് കിട്ടും, ചിലപ്പോൾ മറ്റുള്ള അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റാളുകൾക്ക് കിട്ടും. അതങ്ങനെയാണ്. നമ്മൾ നന്മ കൊടുത്താൽ മറ്റേതൊക്കെയോ വഴികളിലൂടെ നന്മ നമ്മളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ഒട്ടും വിചാരിക്കാത്ത വഴിയിലൂടെ നന്മകൾ വന്നുകൊണ്ടിരിക്കും. ആ നന്മയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയത്. റസൂലുള്ളാഹിക്ക് മക്കത്തെ വാതിലുകളൊക്കെ അടഞ്ഞുപോയി, അല്ലെ? അത് അടയുമെന്ന് റസൂൽ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഉപദ്രവങ്ങൾ, ബുദ്ധിമുട്ടൊന്നും സഹിക്കൂല. അപ്പൊ എന്താ ഉണ്ടായത്? അതിനേക്കാൾ വരുന്ന മദീനത്ത് വലിയ വാതിൽ തുറന്നു. ഇപ്പോഴും നമ്മൾ പോകുമ്പോൾ മക്കന്ന് ഉംറയൊക്കെ കഴിഞ്ഞ് ഹജ്ജൊക്കെ കഴിഞ്ഞ് നമ്മൾ മദീനത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കുളിർമ കിട്ടുന്നു. എന്തോ ഒരു പ്രത്യേകത നമുക്ക് അവിടെ അനുഭവപ്പെടും. അതെന്തുകൊണ്ടാണ്? അതാണ് റസൂലുള്ളാഹിക്ക് അനുഭവപ്പെട്ട ഒരവസ്ഥ മക്കത്ത്. അവിടെ നിന്ന് റസൂൽ മദീനത്തേക്ക് മാറുന്നു. ആ മദീനയുടെ മണ്ണ് റസൂൽ കീഴടക്കുന്നു, മദീനയുടെ മനസ്സ് റസൂൽ കീഴടക്കുന്നു. ആ മനുഷ്യർ വന്ന് കൂട്ടിക്കൊണ്ടു പോകണം റസൂലിനെ, അല്ലെ? നിങ്ങൾ ആലോചിച്ച് ഹിജ്റ എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ വരൂ, ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാം. 2 തവണ കരാറുണ്ടാക്കണം. അതിന്റെ എല്ലാ പ്രയാസവും അവർക്കറിയാം. എന്താ സംഭവിക്കാൻ പോയി? അവർ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് ഏറ്റെടുക്കുക. എന്നിട്ട് റസൂലുള്ള മദീനത്തേക്ക് വരുമ്പോൾ അവർ പാടുന്ന പാട്ടെന്താണ്? ത്വലഅൽ ബദ്റു അലൈന, ത്വലഅൽ ബദ്റു അലൈന. ദാ ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. ഇരുട്ടിനാണ്, അല്ലെ? രാത്രിയാണ് ചന്ദ്രൻ. അവർക്ക് റസൂലുള്ള വെളിച്ചമാകും. നമുക്ക് റസൂലുള്ള വെളിച്ചമാണ്. അങ്ങനെയാണോ? നമുക്ക് റസൂലുള്ള വെളിച്ചമാണെങ്കിൽ അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുന്നതിലും നബിയെ ഓർക്കുന്നതിലുമല്ല, അതിനപ്പുറത്ത്, അതോടൊപ്പം അതിനപ്പുറത്ത് റസൂലിന്റെ ഒരു സുഗന്ധം നമ്മുടെ അയൽവാസിക്ക്, നമ്മുടെ ഉപ്പക്ക്, നമ്മുടെ ഉമ്മക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ അയൽവാസിക്ക്, നമ്മുടെ സഹപ്രവർത്തകർക്ക് ഒക്കെ അനുഭവിക്കാൻ കഴിയും. അനുഭവമായിരുന്നു റസൂലുള്ള. അതുകൊണ്ടാണ് റസൂലിനെ ഷഹീദ് എന്ന് വിളിക്കുന്നത്, മാതൃകാ പുരുഷൻ എന്ന് വിളിക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ മാതൃകകളെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താനും അത് സമൂഹത്തിന് പകർന്നു കൊടുക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.